CAA ഉയർത്തി പ്രതിപക്ഷ സഖ്യത്തെ കടന്നാക്രമിച്ച് പ്രധാനമന്ത്രി. മോദി ഗ്യാരണ്ടിയുടെ തെളിവാണ് CAA എന്ന് നരേന്ദ്രമോദി ഉത്തർപ്രദേശിലെ റാലിയിൽ പറഞ്ഞു. CAA റദ്ദാക്കാൻ പ്രതിപക്ഷ സഖ്യത്തിന് ധൈര്യമുണ്ടോ എന്നും അദ്ദേഹത്തിന്റെ വെല്ലുവിളി. CAAയുടെ പേരിൽ ഇന്ത്യ സഖ്യം രാജ്യത്തെ കലാപമുണ്ടാക്കാൻ നോക്കിയെന്നും പ്രധാനമന്ത്രി ആരോപിച്ചു. क्या इस देश में अब कोई मायका लाल पैदा हुआ है जो CAA को खत्म कर सके? कांग्रेस और इंडी गठबंधन वालों ने इनके साथ क्या किया? इन्होंने CAA के नाम पर ऐसा झूठ का पहाड़ खड़ा कर दिया, ऐसा झूठ चलाया. ബൽറാം നെടുങ്ങാടിയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ. ബൽറാം, ഓരോ ഘട്ടത്തിലും നമ്മൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പ്രസ്താവനകൾ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. കോൺഗ്രസിന്റെ പ്രകടന പത്രികയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മുന്നോട്ട് വെച്ച ആരോപണങ്ങൾ. ഇപ്പോഴെന്താണ് പുതിയ വിഷയം ബൽറാം? ഉന്മേഷ് സൂചിപ്പിച്ച പോലെ തന്നെ പ്രധാനമന്ത്രിയുടെ പ്രചാരണ ശൈലിയിൽ വിഷയങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പ് ഇപ്പോൾ 4ാം ഘട്ടം പൂർത്തിയാകുന്നത് വരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പുതിയ ശൈലിയിലേക്ക്, പുതിയ വിഷയങ്ങളിലേക്ക് കടന്നിരിക്കുന്നു. ഇന്നലെ CAAയുമായി ബന്ധപ്പെട്ട് അത് യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് 14 പേർക്ക് പൗരത്വ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്ത വിഷയവും സജീവമായി പ്രചരണത്തിനായി ഉപയോഗിക്കുകയാണ്. പ്രത്യേകിച്ചും ഇനി നടക്കാനിരിക്കുന്ന 163 മണ്ഡലങ്ങളിലേക്കുള്ള 3 ഘട്ട തെരഞ്ഞെടുപ്പുകളിൽ അതിൽ 41 മണ്ഡലങ്ങൾ ഉത്തർപ്രദേശിലാണ്. ന്യൂനപക്ഷ വോട്ടുകൾ ഉൾപ്പെടെ നിർണായകമായ പ്രദേശമാണ് ഉത്തർപ്രദേശ് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ഉത്തർപ്രദേശിലെ അസംഗഡിൽ നടത്തിയ പ്രചാരണ റാലിയിലാണ് പ്രധാനമന്ത്രി CAA ഒരു പ്രധാന പ്രചരണ വിഷയമായി ഉയർത്തിയത്. മോദി ഗ്യാരണ്ടിയെ കുറിച്ച് പരാമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം മോദി ഗ്യാരണ്ടിയുടെ ഒരു ഉത്തമ ഉദാഹരണമായി CAA നിയമത്തെയും അത് ഇന്നലെ അത് പ്രാവർത്തികമാക്കിയതിനെ കുറിച്ചും അദ്ദേഹം പറഞ്ഞത്. ഇന്ത്യ സഖ്യം എന്നാൽ CAAയുടെ പേരിൽ കള്ളം പ്രചരിപ്പിക്കുകയും രാജ്യത്ത് കലാപമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നും മോദി അധികാരത്തിൽ നിന്നൊഴിഞ്ഞാൽ CAA മാറ്റും എന്നാണ് അവകാശപ്പെടുന്നത് എന്നും മോദി പറഞ്ഞു. ഒപ്പം തന്നെ എന്നാൽ അത്തരത്തിൽ പ്രവർത്തിച്ചു കാണിക്കാൻ പ്രധാനമന്ത്രി പ്രതിപക്ഷത്തെ വെല്ലുവിളിക്കുകയാണ് ചെയ്തത്. കൂടാതെ വരുന്ന മാസങ്ങളിൽ രാജ്യത്ത് പശ്ചിമ ബംഗാൾ മുതൽ പഞ്ചാബ് വരെ ആയിരക്കണക്കിന് പേർ കാലങ്ങളായി, വർഷങ്ങളായി ഇന്ത്യയിൽ അഭയാർത്ഥികളായി കഴിയുന്നുണ്ട് എന്നും അവർക്ക് കൂടി പൗരത്വം നൽകുമെന്ന പ്രഖ്യാപനവും പ്രധാനമന്ത്രി ഈ പ്രസംഗത്തിൽ നടത്തിയിട്ടുണ്ട്. മറ്റ് BJP നേതാക്കളും സമാനമായി ഈ വിഷയം പ്രചരണത്തിനായി വരും ദിവസങ്ങളിൽ, വരുന്ന ഘട്ടങ്ങളിൽ ഉപയോഗിക്കുമെന്ന് ഇതോടെ ഉറപ്പായിരിക്കുകയാണ്. ഉന്മേഷ്. ശരി ബൽറാം നെടുങ്ങാടിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.